സുരക്ഷയടക്കം ഉറപ്പുവരുത്തി സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയം 2 മാസത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നയരൂപീകരണത്തിനായുള്ള കോൺക്ലേവിന്റെ ആദ്യ ദിവസത്തെ സെഷനുകളിൽ സിനിമയിലെ സെൻസറിംഗും വേതനവും അടക്കം വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ഉയർന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് നയരൂപീകരണത്തിനാണ് സർക്കാർ നീക്കം. സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ അക്കമിട്ടാണ് പുറത്തുവന്നത്. ഇത് പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നും ആവശ്യമുയർന്നു. നയരൂപീകരണത്തിനുള്ള കോൺക്ലേവിൽ ഭൂരിഭാഗവും ഉയർത്തിയത് ഈ വിഷയമാണ്. സുരക്ഷിതമായ താമസം, ശുചിമുറി, പ്രസവാവധി, കുട്ടികൾക്ക് നഴ്സറി തുടങ്ങിയവ വേണമെന്ന ആവശ്യമുയർന്നു. ആവശ്യങ്ങളോട് അനുകൂല സമീപനമാണ് സർക്കാരിന്. ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിന് ഇപ്പോൾ നമ്മൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആഭ്യന്തര പരാതി പരിഹാര സെല്ലുകൾ അത് കൂടുതൽ മെച്ചപ്പെടുത്തണം. ജോലിസ്ഥലം എന്നതിന് കൃത്യമായ നിർവചനം വേണം. നിയമപരിരക്ഷകൾ പൂർണ്ണമായി ഉറപ്പുവരുത്തണം. സ്ത്രീകൾക്ക് പ്രസവാവധി മറ്റ് ആനുകൂല്യങ്ങൾ ഇതിന്റെ ഭാഗമായി നൽകണം. ഷൂട്ടിംഗ് സെന്ററുകൾ കുഞ്ഞുങ്ങൾക്കായി പ്രത്യേക നഴ്സറികൾ സ്ഥാപിക്കണം. അതുപോലെ തന്നെ അവർക്ക് അവിടെ വന്ന ഷൂട്ടിംഗ് തീരുന്നവരെ സുരക്ഷിതമായി താമസിക്കാനുള്ള സംവിധാനം കൊടുക്കണം. എല്ലാ ഫെസിലിറ്റീസും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം സ്ത്രീകൾക്കുണ്ടാകണം. സിനിമയിൽ കത്തിവെക്കുന്ന സെൻസറിംഗാണ് മറ്റൊരു പ്രശ്നം. എമ്പുരാൻ, വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തുടങ്ങിയ ചിത്രങ്ങൾ പ്രതിനിധികൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. സെൻസർ ബോർഡ് ഇപ്പോൾ എടുക്കുന്ന പല സമീപനങ്ങളും തിരുത്തണം എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. സെൻസർ ബോർഡിന്റെ പല സമീപനങ്ങളും മലയാള സിനിമയുടെ ഗുണപരമായ മുന്നേറ്റത്തിന് തടസ്സം വരുന്നു. ചില ഉദാഹരണങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇടപെടണമെന്ന അഭിപ്രായമാണ്. തിയേറ്ററുകളിലെ ഭക്ഷ്യസാധനങ്ങളുടെ കനത്ത വില പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. സിനിമാ റിവ്യൂവിലും നിയന്ത്രണം വേണം. തിയേറ്ററിൽ വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പോപ്കോൺ പോലെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വില കുറയ്ക്കണം എന്ന നിർദ്ദേശമുണ്ട്. കോൺക്ലേവിൽ ഉയർന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സർക്കാർ പരിശോധിക്കും. ആഴത്തിലുള്ള പഠനത്തിന് ശേഷം 2 മാസത്തിനുള്ളിൽ നയരൂപീകരണം. ഇന്ന് 5 സെഷനുകളിലാണ് ചർച്ചകൾ നടന്നത്. നാളത്തെ സെഷനുകളിലും വിമർശനവും അഭിപ്രായങ്ങളും ഉയരും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.